എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് പരിസ്ഥിതിയും ആരോഗ്യവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത്. എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ എന്നൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പം വളരെ ഞാൻ നോട്ടുകൾ കൃത്യമായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. നോട്ടുകൾ വായിക്കുക. ക്വസ്റ്റ്യൻസ്, നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠഭാഗത്തു നിന്ന് തന്നെ നമുക്ക് PSC പരീക്ഷകളിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പം ഈ ഒരു പാഠഭാഗം നമുക്ക് വളരെ വിശദമായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, അപ്പം എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ആദ്യമേ നോക്കാം അല്ലേ. എന്താണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്? എൻവയോൺമെൻറ്റ് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ: all the external factors living and non-living materials which surround man. Environment എന്ന് പറഞ്ഞാൽ എന്താണ്? all the external factors living and non-living materials which surround man. ഒരു മനുഷ്യന് ചുറ്റുമുള്ള ജീവനുള്ളതോ അല്ലാത്തതുമായിട്ടുള്ള ഫാക്ടറുകളാണ് അടങ്ങിയതാണ് ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പരിസ്ഥിതി പറഞ്ഞാൽ അയാൾക്ക് ചുറ്റുമുള്ള ജീവനുള്ളതോ ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ചേർന്നിട്ടുള്ളതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻവയോൺമെൻറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഈ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ് വരുന്നത്? അതിലിങ്ങനെയാണ് പറയുന്നത്: ദ കൺട്രോൾ ഓഫ് ആൾ ദോസ് ഫാക്ടേഴ്സ് ഇൻ മാൻസ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് വിച്ച് എക്സസൈസ് ഡെലിറ്റീരിയസ് എഫക്റ്റ് ഓൺ ഹെൽത്ത്. ഓക്കെ, നമുക്ക് പരിസ്ഥിതിയിൽ നിന്ന് നമുക്ക് ദോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനുഷ്യനിൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇല്ലേ. നമുക്ക് അസുഖങ്ങൾ വരുന്നതിൻ്റെ പരമാവധി സംഗതികളെല്ലാം പരിസ്ഥിതിയിൽ നിന്നാണ് അസുഖങ്ങൾ കിട്ടുന്നത്. അപ്പം ഇത്തരം പാരിസ്ഥിതികമായിട്ട് അസുഖങ്ങൾ പരത്താൻ ശേഷിയുള്ള പദാർത്ഥങ്ങളെ അല്ലെ മെറ്റീരിയൽസിനെ ആ ഒരു ഫാക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതിനെയാണ് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ എന്ന് പറയുന്നത്, പരിസ്ഥിതി ശുചിത്വം എന്ന് പറയുന്നത്. നമ്മുടെ പരിസ്ഥിതി ശുചിയായിരുന്നാൽ മാത്രമാണ് നമുക്കൊരു ഹെൽത്തി ലിവിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മുടെ പരിസ്ഥിതി തീർച്ചയായിട്ടും ശുചിത്വമുള്ളതായിരിക്കണം. അപ്പം ആ ഒരു മെത്തേഡാണ് പറയുന്നത്, ആ ഒരു കൺസെപ്റ്റാണ് പറയുന്നത് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ പറയുന്നത്. ദി കൺട്രോൾ ഓഫ് ആൾ ദോസ് ഫാക്ടേഴ്സ്. എന്ത് ഫാക്ടേഴ്സാണ് നമുക്ക് നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നമുക്ക് അസുഖം പരത്താവുന്ന തരത്തിലുള്ള എന്ത് ഫാക്ടേഴ്സാണ് ഉള്ളത്, നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന എന്ത് ഫാക്ടേഴ്സാണുള്ളത്, അതിനെ കൺട്രോൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിയും ആരോഗ്യം തമ്മിലുള്ള ബന്ധവും അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പരിസ്ഥിതിയിൽ തന്നെ എൻവയോൺമെൻറ്റിൽ തന്നെ 3 കമ്പോണൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. 3 തരത്തിലാണത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റിൽ വരുന്നത് ഫിസിക്കൽ കമ്പോണൻസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഫിസിക്കൽ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ? അതിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്: വാട്ടർ, എയർ, സോയിൽ, ഹൗസിംഗ്, വേസ്റ്റ്, റേഡിയേഷൻ തുടങ്ങിയൊക്കെ ഫിസിക്കൽ കമ്പോണൻസിൽ വരുന്നതാണ്. അടുത്ത് വരുന്നത് ബയോളജിക്കൽ കമ്പോണൻസ്. ബയോളജിക്കൽ കമ്പോണൻസിൽ പ്ലാന്റ്സ് വരുന്നുണ്ട്, അനിമൽസ് വരുന്നുണ്ട്, ലൈഫ് ഇൻക്ലൂഡിങ് ബാക്ടീരിയ. അനിമൽസ് ലൈഫ് ഇൻക്ലൂഡിങ് ബാക്ടീരിയ, വൈറസ്, ഇൻസെക്റ്റ്, റോഡൻസ് ആൻഡ് ആനിമൽസ്. ഇതൊക്കെ ബയോളജിക്കൽ പറയുമ്പോൾ ജീവനുള്ളവയാണ്. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഫിസിക്കൽ കമ്പോണൻസിൽ നമുക്ക് ചുറ്റുമുള്ള വാട്ടർ, എയർ, സോയിൽ, ഹൗസിംഗ് അത്തരം കാര്യങ്ങളാണ് ഫിസിക്കലായിട്ട് വരുന്നത്. ഇനി ബയോളജിക്കലായിട്ട് വരുമ്പോൾ എന്താ? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇത് ജീവനുള്ള വസ്തുക്കളാണ് ബയോളജിക്കലായിട്ട്. അടുത്ത കമ്പോണൻസ് ആണ് സോഷ്യൽ കമ്പോണൻസ്. സോഷ്യൽ കമ്പോണൻസിൽ എന്താണ് വരുന്നത്? കസ്റ്റംസ് വരുന്നുണ്ട്, കൾച്ചർ വരുന്നുണ്ട്, ഹാബിറ്റ്സ് വരുന്നുണ്ട്, ഇൻകം, ഓക്യുപ്പേഷൻ, റിലീജിയൻ, ഇത്തരം കാര്യങ്ങളാണ് സോഷ്യൽ കമ്പോണൻസിൽ വരുന്നത്. അപ്പം ഈ 3 തരത്തിലുള്ള ഈ 3 കമ്പോണൻസിനെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഈ ഓരോ കമ്പോണൻസിലും ഇപ്പോൾ ഫിസിക്കൽ കമ്പോണൻസിലാണെങ്കിൽ തന്നെ അതിനകത്ത് വരുന്ന വാട്ടർ, എയർ, സോയിൽ, ഹൗസിംഗ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബയോളജിക്കൽ കമ്പോണൻസിലും സോഷ്യൽ കമ്പോണൻസിലും എല്ലാം വരുന്ന അതിൽ വരുന്ന കണ്ടന്റുകളെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിസിക്കൽ കമ്പോണൻസിലെ വാട്ടർ എന്ന ഭാഗമാണ് നമ്മൾ ആദ്യം പഠനം ആരംഭിക്കുന്നത്.
അപ്പം എന്താണ് വാട്ടർ, എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, വാട്ടറിനെ കുറിച്ച്, വാട്ടറിൻ്റെ ഒരു ഗുണങ്ങൾ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ, ഇതെല്ലാം വരുന്നതാണ് വാട്ടർ എന്നുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നത്. അപ്പം അതിൽ ഫസ്റ്റിലെ തന്നെ നമുക്ക് എന്താണ് അറിയേണ്ടത്, സേഫ് ആൻഡ് ഹോൾസം വാട്ടർ. എന്താണ് ഒരു സേഫായിട്ടുള്ള വെള്ളം എന്ന് പറയുമ്പോൾ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സേഫായിട്ടുള്ള വാട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണങ്ങളുടെ ആ ഒരു അത് പാലിച്ചിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റിൽ പറയുന്നത് ഫ്രീ ഫ്രം പാത്തോജനിക് ഏജൻറ്റ്. അത് ആ വെള്ളത്തിൽ പാത്തോജനിക്കായിട്ട് രോഗം പരത്താൻ ശേഷിയുള്ള ഏജൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒരു സേഫ് വാട്ടർ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് പ്ലസൻറ്റ് ടു ടേസ്റ്റ്. രുചി വ്യത്യാസപ്പെടാവുന്ന രീതിയിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളും ഉണ്ടാവാൻ പാടില്ല. അടുത്തത് വരുന്നത് ഫ്രീ ഫ്രം കളർ ആൻഡ് ഓർഡർ. നിറത്തിനോ അതേപോലെ തന്നെ മണത്തിനോ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അടുത്തത് യൂസബിൾ ടു ഡൊമസ്റ്റിക് പർപ്പസ്. നമുക്ക് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കണം. ഈ ഗുണങ്ങളുള്ള വെള്ളമാണ് സേഫ് ആൻഡ് ഹോൾസം വാട്ടർ എന്ന് പറയുന്നത്. വെൻ ഇറ്റ് ഡസ് നോട്ട് ഫുൾഫിൽ ദി എബവ് ക്രൈറ്റീരിയ, നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ക്രൈറ്റീരിയകളൊന്നും പാലിക്കുന്നില്ലെങ്കിൽ ആ വെള്ളം നമുക്ക് എന്ത് പറയാം, അത് പൊല്യൂട്ടഡ് വാട്ടറാണ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടറാണെന്ന് പറയാം, അല്ലേ? ഇപ്പം ഈ പറഞ്ഞ ക്രൈറ്റീരിയകൾ ഫ്രീ ഫ്രം പാത്തോജനിക് ഏജൻറ്റ്, അതിന് അതുപോലെ തന്നെ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല, കളർ മാറരുത്, മണം മാറരുത്, അതേപോലെ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കണം. ഇത്തരം ക്രൈറ്റീരിയകളൊന്നും അതൊന്നും ബാധകമാവാത്ത വെള്ളം തീർച്ചയായിട്ടും പൊല്യൂട്ടഡ് വാട്ടറാവും അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടറാവും, ഇല്ലേ? അത് ഒരു ശുചിത്വമില്ലാത്ത വെള്ളമായിരിക്കും. അതേപോലെ നമുക്കിനി വാട്ടറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലേ? ഫിസിയോളജിക്കലാകുമ്പോൾ റിക്വയർമെൻറ്റ്സ് എന്താണ്? ഡ്രിങ്കിങ്ങിന് എന്താണ്? നമുക്കത് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഫോർ സർവൈവൽ 2 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം നമുക്ക് കുടിച്ചിരിക്കണം, നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഫോർ സർവൈവൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി 150 മുതൽ 200 ലിറ്റർ പെർ ക്യാപിറ്റ പെർ ഡേ. അർബൻ ഏരിയസിലാണ് പറഞ്ഞിരിക്കുന്നത് 150 മുതൽ 200 ലിറ്ററാണ് അവിടുത്തെ ആ ഒരു പെർ ക്യാപിറ്റ പെർ ഡേ എന്ന് പറയുന്നത്, ഒരു റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. ഇനി 40 ലിറ്ററാണ് പെർ ക്യാപിറ്റൽ പെർ ഡേ. 40 ലിറ്ററാണ് റൂറൽ ഏരിയാസിൽ ആവശ്യമുള്ളത്, എന്തിന്? സർവൈവലിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അതാണ് വാട്ടർ റിക്വയർമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി യൂസ് ഓഫ് വാട്ടർ, നമുക്ക് എന്തിനൊക്കെയാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്? യൂസ് ഓഫ് വാട്ടർ എന്തിനൊക്കെയാണ്? ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും, കുക്കിംഗ്, വാഷിംഗ് ആൻഡ് ബാത്തിങ്, ഫ്ലഷിംഗ് ഓഫ് ടോയ്ലറ്റ്സ്, ഗാർഡനിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡൊമസ്റ്റിക് യൂസായിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത് പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട്. പബ്ലിക് പർപ്പസിന് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ഇപ്പം ക്ലീനിങ് സ്ട്രീറ്റ്, നമുക്ക് തെരുവുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ റിക്രിയേഷണൽ പർപ്പസിലായിട്ട് സ്വിമ്മിംഗ് പൂളുകളിൽ അത് പബ്ലിക് പർപ്പസ് ആണല്ലോ. പബ്ലിക്കായിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പബ്ലിക് ഫൗണ്ടെയിൻസ് ആൻഡ് ഓർണമെൻ്റൽ പോണ്ട്സ്, ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് പബ്ലിക് പാർക്ക്. ഈ നമ്മളിപ്പോൾ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്, അല്ലേ? ഫയർ പ്രൊട്ടക്ഷൻ. ഇപ്പം ഇതൊക്കെയാണ് പബ്ലിക് പർപ്പസിന് വാട്ടർ യൂസേജ് വരുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് വാട്ടറിൻ്റെ യൂസേജ് എങ്ങനെ വരുന്നത്? ഫോർ പ്രോസസ്സിങ് ആൻഡ് കൂളിംഗ്. അത് ഇപ്പോൾ ഒരു യന്ത്രമാണെങ്കിലും അതിൻ്റെ പ്രോസസ്സിങ് നടത്തുന്നതിനും അത് തണുപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അഗ്രികൾച്ചറായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറിഗേഷൻ, അല്ലേ? ഇറിഗേഷൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇനി പവർ പ്രൊഡക്ഷനുകൾ യൂണിറ്റുകളിൽ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഫ്രം ഹൈഡ്രോ പവർ ആൻഡ് സ്ട്രീം പവർ, അതിന് വേണ്ടിയിട്ട് വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് കെയറിങ് എവേ വേസ്റ്റ്, മാലിന്യം പുറന്തള്ളപ്പെടാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഫ്രം ആൾ മാനർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് ഈ വലിയ സ്ഥാപനങ്ങൾ, ഫാക്ടറികളിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടാൻ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാട്ടറിൻ്റെ യൂസേജ്, ഏതൊക്കെ തലത്തിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് നമുക്ക് അതിൻ്റെ സോഴ്സുകൾ, എങ്ങനെയാണ് നമുക്ക് വെള്ളം ലഭ്യമാവുന്നത്, സോഴ്സുകളാണ് അടുത്തത് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് സോഴ്സുകൾ? ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് മഴവെള്ളമാണ്, റെയിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. പിന്നീട് വരുന്നത് നമുക്ക് എന്ത് വരുന്നുണ്ട്? സർഫസ് വാട്ടർ വരുന്നുണ്ട്.
സർഫസ് വാട്ടറിനകത്ത് നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? റിസർവോയറുകൾ വരുന്നുണ്ട്, ഇംപൗണ്ടിങ് റിസർവോയറുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ആൻഡ് സ്ട്രീംസ് വരുന്നുണ്ട്, ടാങ്ക് വരുന്നുണ്ട്, പോൺസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലേക്സ് വരുന്നുണ്ട്, തടാകങ്ങൾ വരുന്നുണ്ട്. അത് സർഫസ് വാട്ടർ വരുന്നത്. ഇനി ഗ്രൗണ്ട് വാട്ടർ സോഴ്സുകൾ ഏതൊക്കെയാണ്? ഗ്രൗണ്ട് വാട്ടർ സോഴ്സുകളാണ് വെൽസ് വരുന്നുണ്ട്, അല്ലേ? വെൽസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പ്രിങ്സ് ഉണ്ട്. ആ വെൽസിൽ തന്നെ 2 ടൈപ്പ് വെൽസാണ് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത്. ഷോളോ വെല്ലും അതുപോലെ തന്നെ ഡീപ്പ് വെൽസും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്രൗണ്ട് വാട്ടറിലുള്ളത് സ്പ്രിങ്സ് ആണുള്ളത്. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട വാട്ടർ സോഴ്സുകൾ. റെയിനാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ പിന്നെ സർഫസ് വാട്ടർ, അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാട്ടർ. ഓക്കെ, അപ്പം നമുക്ക് 1 by 1 ആയിട്ട് റെയിൻ വാട്ടർ എന്താണ്, റെയിൻ വാട്ടറിൻ്റെ അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അത് എന്താണെന്ന് നോക്കാം. അല്ലേ, ഇത് പ്യൂറസ്റ്റ് ഫ്രം ഫോം ഓഫ് വാട്ടർ ഇൻ നാച്ചർ. നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് മഴവെള്ളം എന്ന് പറയുന്നത്. ഇത് പ്രൈം സോഴ്സ് ഓഫ് ആൾ വാട്ടർ. വെള്ളത്തിൻ്റെ പ്രൈം സോഴ്സാണ് റെയിൻ എന്ന് പറയുന്നത്, ഇല്ലേ? നമുക്ക് മഴയിലൂടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ജലം ലഭ്യമാവുന്നത്. ഈ മഴവെള്ളം തന്നെയാണ് നമുക്ക് ഇപ്പം കിണർ നിർമ്മിക്കുമ്പോഴും അതിന് മറ്റെന്ത് നിർമ്മിക്കുമ്പോഴും നമുക്ക് ലഭ്യമാവുന്നതിൻ്റെ ഏറ്റവും പ്രൈം സോഴ്സ് മഴവെള്ളമാണ്. ഓക്കെ, ഇനി ഈ മഴവെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാട്ടർ സൈക്ലിംഗ് ആണ് ഇതിൽ നടക്കുന്നത്, ഇല്ലേ? വാട്ടർ സൈക്ലിംഗ് നടക്കുന്നുണ്ട്. നമുക്കത് അതൊരു ഇവാപ്പറേഷൻ പ്രക്രിയ വഴി നമുക്കിപ്പോൾ മഴ പെയ്ത് ആ വെള്ളം നമുക്കിപ്പം തടാകത്തിലോ അതിലെല്ലാം സ്റ്റോർ ചെയ്ത് കുറേയെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് ഗ്രൗണ്ട് വാട്ടറായിട്ട് മാറും. കുറേയൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും നീരാവിയായിട്ട് പോകും. ഒരു വാട്ടർ സൈക്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് 99.9% ഓഫ് വാട്ടർ ആൻഡ് ദി റെസ്റ്റ് ഈസ് ഡിസോൾവ്ഡ് സോളിഡ്സ്. ഓക്കെ, അപ്പം മഴവെള്ളത്തിൽ 99.9% വെള്ളമാണെങ്കിലും അതിൽ നേരിയൊരു ശതമാനം ഡിസോൾവ്ഡ് ആയിട്ടുള്ള സോളിഡ്സ് ഉണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ കലർന്ന് നിൽക്കുന്ന സോളിഡ്സ് മഴവെള്ളത്തിനകത്ത് കലർന്നിട്ടുണ്ടാവും. അത് 99.9% വാട്ടർ ആണെങ്കിൽ കൂടെ അതിലൊരു നേരിയ ശതമാനം 0.1% റെസ്റ്റ് ഈസ് ഡിസോൾവ്ഡ് സോളിഡ്സ് ആണ് കാണപ്പെടുന്നത് മഴവെള്ളത്തിൽ. ഓക്കെ, ആസ് ദി റെയിൻ വാട്ടർ പാസസ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ. എങ്ങനെയാണ് ഈ സോളിഡ്സ് ഇതിനകത്തേക്ക് മഴവെള്ളത്തിൽ കലരുന്നത്? ആസ് ദി റെയിൻ വാട്ടർ പാസസ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ ഇറ്റ് എൻകൗണ്ടേഴ്സ് ദി ഡസ്റ്റ്, സൂട്ട്, മൈക്രോ ഓർഗാനിസം ആൻഡ് gases like carbon dioxide, nitrogen, oxygen. അത്തരം ഈ ഗ്യാസുകളിലും നമുക്ക് ഇപ്പോൾ മഴ അന്തരീക്ഷത്തിലൂടെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഈ ഡസ്റ്റിലും അതേപോലത്തെ ഗ്യാസുകളിലും മൈക്രോ ഓർഗാനിസം അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഇതിലെല്ലാം കൂടിയിട്ട് മിക്സ് ആവുമ്പോഴാണ് ഈ വെള്ളത്തിനകത്ത് ഈ നേരത്തെ പറഞ്ഞതുപോലെ 1% ആയിട്ടുള്ള സോളിഡ്സ് മിക്സ് ആവുന്നത്. Okay, when the rainwater reacts with oxides of nitrogen and sulfur in the atmosphere, it creates sulfuric acid and nitric acid which can form acid rain. Acid rain എന്നൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ടല്ലേ, ആസിഡ് മഴ പെയ്തു എന്നൊക്കെ. ഇതാണ് കാരണം. മഴവെള്ളം ഇപ്പം മഴവെള്ളം ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഈ നൈട്രജനോ സൾഫറിനൊക്കെ ആയിട്ട് അത് ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ്. റിയാക്ട് വിത്ത് ഓക്സിഡൈസ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ. അറ്റ്മോസ്ഫിയറിൽ വെച്ച് നൈട്രജനും സൾഫറുമായിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അത് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും, അതുപോലെ തന്നെ നൈട്രിക് ആസിഡായിട്ട് മാറും. ഇങ്ങനെ മാറുമ്പോൾ ഈ മഴയോടൊപ്പം അത് പെയ്യുമ്പോഴാണ് ആസിഡ് മഴ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം റെയിൻ എന്താണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ സോഴ്സാണ്, പ്രൈം സോഴ്സ് ഓഫ് വാട്ടറാണ് മഴ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ അത് ക്ലീൻ ആയിരിക്കും. ഓക്കെ, ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വെള്ളമായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മഴവെള്ളത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ ഇനി അടുത്ത് വരുന്നത്, ഇപ്പം വെള്ളത്തിൻ്റെ അടുത്ത സോഴ്സ് വരുന്നത് സർഫസ് വാട്ടറാണ്. അപ്പം എന്തൊക്കെയാണ് സർഫസ് വാട്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സർഫസ് വാട്ടർ പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന വെള്ളമാണ് സർഫസ് വാട്ടർ.
ഓക്കെ, അപ്പോൾ സർഫസ് വാട്ടറിൽ അതിൻ്റെ പ്രത്യേകതകളാണ് കൊടുത്തിരിക്കുന്നത്. സർഫസ് വാട്ടർ ഒറിജിനേറ്റ് ഫ്രം റെയിൻ വാട്ടർ, മഴവെള്ളത്തിൽ നിന്ന് തന്നെയാണ് സർഫസ് വാട്ടർ ഉണ്ടാകുന്നത് അല്ലേ. മഴ പെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ വെള്ളം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് സർഫസ് വാട്ടർ ഒറിജിനേറ്റ് ഫ്രം റെയിൻ വാട്ടർ, മഴവെള്ളത്തിൽ നിന്ന് തന്നെയാണ് സർഫസ് വാട്ടർ ഉണ്ടാകുന്നത്. മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈസ് മെനി ഏരിയാസ്. ഈ സർഫസ് വാട്ടറാണ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള മെയിൻ സോഴ്സ് സർഫസ് വാട്ടറിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, കണ്ടാമിനേഷൻ ഫ്രം ഹ്യൂമൻ ആൻഡ് ആനിമൽ സോഴ്സസ്, ഹൈ പ്രോബബിലിറ്റി ഓഫ് ഓർഗാനിക് ബാക്ടീരിയൽ ആൻഡ് വൈറൽ കണ്ടാമിനേഷൻ. ഇത് കണ്ടാമിനേഷൻ ആവുന്നതാണ്, പൊല്യൂഷൻ ആവുന്നതാണ്. സർഫസ് വാട്ടർ പൊല്യൂഷൻ ആവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരും മൃഗങ്ങളാണ് ഈ സർഫസ് വാട്ടർ കണ്ടാമിനേഷൻ ആക്കുന്നത്, പൊല്യൂഷൻ ആക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രൊബബിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ, ഓർഗാനിക് അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് ഇത്തരം എല്ലാം കലരുമ്പോൾ ഈ സർഫസ് വാട്ടർ കണ്ടാമിനേഷൻ മലിനപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത് പറയുന്നത് നെവർ സേഫ് ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ അൺലെസ് സബ്ജക്റ്റഡ് ടു സാനിറ്ററി പ്രൊട്ടക്ഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ബിഫോർ യൂസ്. നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഈ സർഫസ് വാട്ടർ നമുക്ക് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ, അതിൻ്റെ ഒരു സാനിറ്ററി പ്രൊട്ടക്ഷൻ ചെയ്യാതെ, പ്യൂരിഫിക്കേഷൻ ചെയ്യാതെ ഒരിക്കലും ഒരു സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. സർഫസ് വാട്ടറിൻ്റെ പ്രത്യേകതയാണ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അത് ഉപയോഗിക്കുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് ബാധിച്ചേക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം അതിനകത്ത് തന്നെ ഇപ്പോൾ സർഫസ് വാട്ടറിനകത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് സർഫസ് വാട്ടറിന് അകത്ത് വരുന്ന കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് അടുത്ത് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സാണ്. എന്താണ് ഇമ്പൗണ്ടിങ് റിസർവോയേഴ്സ്? റിസർവോയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവില്ല, നമുക്കിപ്പോൾ ഈ ഡാമുകളൊക്കെ കണ്ടാൽ തന്നെ അറിയും, അതിനെ ബന്ധപ്പെട്ടുള്ള വാക്കുകളല്ലേ റിസർവോയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്തരം ഈ ഇൻപൗണ്ടിങ് റിസർവോയർ എന്ന് പറയുമ്പോൾ there are artificial lake constructed usually of earthwork or masonry in the large quantities of surface water stored. സർഫസ് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാനുഷിക നിർമ്മിതികളാണ് ഇമ്പൗണ്ടിങ് റിസർവോയറുകൾ. വലിയ രീതിയിലുള്ള വലിയ തോതിലുള്ള വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇത് മനുഷ്യൻ നിർമ്മിക്കുന്നതാണ്. ഇതുപോലെ മനുഷ്യനിർമ്മിതിയാണ് ഇമ്പൗണ്ടിങ് റിസർവോയർസ് എന്ന് പറയുമ്പോൾ. ആ റിസർവോയറിന് ഒരു ഏരിയ ഉണ്ടാവും, കൃത്യമായിട്ടുള്ള ഒരു ഡ്രൈനിങ് ഏരിയ ഉണ്ടാവും അല്ലേ. ആ ഡ്രൈനിങ് ഏരിയയ്ക്ക് പറയുന്ന പേരാണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാച്ച്മെൻറ്റ് ഏരിയ ഈ റിസർവോയറിൻ്റെ ഒരു നിശ്ചിത അകലത്തിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിലും അവിടെ നിന്ന് വരുന്ന ജലസ്രോതസ്സുകളെല്ലാം ഒഴുകിയെത്തുന്നത് ഈ റിസർവോയറിലേക്ക് ആവും. അങ്ങനെയാണ് ആ ഇമ്പൗണ്ടിങ് റിസർവോയറിൻ്റെ സ്വഭാവം. അതുപോലെ തന്നെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈനിങ് ഏരിയയാണ്. ഈ റിസർവോയറിലേക്കുള്ള ഡ്രൈനിങ് ഏരിയയാണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. സ്റ്റോറിങ് വാട്ടർ ഫോർ ലോങ് പീരീഡ്സ് കോസസ് ഗ്രോത്ത് ഓഫ് ആൽഗെ കോസിങ് ബാഡ് ഓർഡർ ആൻഡ് ടേസ്റ്റ്. നമ്മൾ ഒരുപാട് നാൾ ഇങ്ങനെ ഈ വെള്ളം ഈ റിസർവോയറുകളിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഒരു ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ആൽഗെ ഗ്രോത്ത് ഉണ്ടാവും. അത് ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റും രുചിയും മണവും വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പൗണ്ടിങ് റിസർവോയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ആർട്ടിഫിഷ്യൽ ലേക്ക് കൺസ്ട്രക്റ്റഡ് യൂഷ്വലി ഓഫ് എർത്ത് വർക്ക്. അതിൻ്റെ ഡ്രൈനിങ് ഏരിയയ്ക്ക് പറയുന്ന പേരാണ് കാച്ച്മെൻറ്റ് ഏരിയ. ഇനി ഇപ്പോൾ മുംബൈ, ചെന്നൈ അത്രയും നഗരങ്ങളിൽ, മുംബൈ, ചെന്നൈ, നാഗ്പൂർ, അതേ കോമൺ സിറ്റീസ് വേർ റിലേ ഓൺ ഇമ്പൗണ്ടിങ് റിസർവോയർ ഓഫ് വാട്ടർ. ഈ ഇത്തരം വലിയ സിറ്റികളിലൊക്കെ ഈ ഇമ്പൗണ്ടിങ് റിസർവോയറിൽ നിന്നാണ് അവർക്ക് വേണ്ടുന്ന വെള്ളം എത്തുന്നത്, വാട്ടർ സപ്ലൈ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അടുത്ത് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. Impounding reservoirs usually furnish a fairly good quality of water. Fairly good ആണ് അല്ലേ. ഇമ്പൗണ്ടിങ് റിസർവോയർസ് യൂഷ്വലി ഫർണിഷ് എ ഫെയർലി ഗുഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, സർഫസ് വാട്ടർ കണ്ടാമിനേഷന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഫെയർലി ഗുഡാണ്. ഒരു വെരി ഗുഡ് എന്ന് ഇല്ല, അത്രയ്ക്ക് എത്തില്ല. അത് കണ്ടാമിനേഷൻ സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഫെയർലി ഗുഡ് എന്ന് പറയുന്നത്. ദി വാട്ടർ ഈസ് യൂഷ്വലി ക്ലിയർ, palatable and ranks next to
റെയിൻ വാട്ടർ ഇൻ പ്യൂരിറ്റി. അപ്പം അത് സാധാരണ സ്ഥിതിയിൽ അത് ക്ലിയർ ആയിരിക്കും, ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും, രുചികരമായിരിക്കും. പക്ഷേ ഇത് അടുത്തൊരു മഴയ്ക്ക് വരുമ്പോൾ, അടുത്തൊരു റാങ്ക്സ് നെക്സ്റ്റ് ടു റെയിൻ വാട്ടർ ഈസ് ഇൻ പ്യൂരിറ്റി, അടുത്തൊരു മഴയ്ക്ക് വരുമ്പോൾ ഈ സർഫസ് വാട്ടർ ഇത്തരത്തിലുള്ള റിസർവോയറുകളിലേക്ക് അടുത്ത മഴവെള്ളം വരുമ്പോൾ അത് കലങ്ങിപ്പോവാനും ആ ക്ലിയർനെസ് മാറാനും സാധ്യതയുണ്ട്. ഇഫ് ദി സറൗണ്ടിങ്സ് ഹിൽസ് ആർ കവേർഡ് ദി പീറ്റ്, ദി വാട്ടർ മേ അക്വയർ ബ്രൗണിഷ് കളറേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ അല്ലേ, സറൗണ്ടിങ്ങിൽ ഇപ്പം ഈ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് ആ മഴവെള്ളം എങ്ങനെയാണ് വരുന്നത്? ക്ലിയർ വാട്ടർ അല്ലല്ലോ, അത് ഒരു ബ്രൗണിഷ് കളറിലായിട്ടാവും ആ വെള്ളം ഈ റിസർവോയറിലേക്ക് എത്തുക. അപ്പോൾ അത് മൊത്തം കലർന്നുണ്ടെങ്കിൽ റിസർവോയറുകൾ ഒരു ബ്രൗണിഷ് കളറിലാണ് കാണപ്പെടുന്നത്. ഇനി അടുത്ത എന്താ? ദി വാട്ടർ ഈസ് യൂഷ്വലി സോഫ്റ്റ് ആൻഡ് കൺസിഡേർഡ് ടു ബി ഫ്രീ ഓഫ് പാത്തോജനിക് ഓർഗാനിസം. സാധാരണ ഗതിയിൽ ഈ വെള്ളം അത് സോഫ്റ്റ് വാട്ടർ ആയിരിക്കും. അതെന്താ കാരണം അറിയുമോ? അത് ഡയറക്റ്റ്ലി സൺലൈറ്റ് അതിലേക്ക് അടിക്കുന്നതുകൊണ്ടാണ് അത് ഒരു സോഫ്റ്റ് വാട്ടറായിട്ട് മാറാൻ കാരണം. ആൻഡ് കൺസിഡേർഡ് ടു ബി ഫ്രീ ഓഫ് പാത്തോജനിക് ഓർഗാനിസം. പാത്തോജനിക് ഓർഗാനിസം താരതമ്യേന കുറവായിരിക്കും. അത് നമ്മൾ ഇനി അടുത്ത സെഷനിൽ നമുക്കത് പഠിക്കാനുണ്ട്. അപ്പം ഇതിൻ്റെ സവിശേഷതകൾ ഇത്രയാണ് ഉള്ളത്. ഇനി അതിൽ വരുന്ന ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി അപ്ലാൻഡ് സർഫസ് ഓഫ് വാട്ടർ ഡെറൈവ്സ് ഇറ്റ്സ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം എ കാച്ച്മെൻറ്റ് ഏരിയ. എന്താ പറയുന്നത്? ഇമ്പ്യൂരിറ്റീസ് എങ്ങനെ വരുന്നത്? ദി അപ്ലാൻഡ് സർഫസ് ഓഫ് വാട്ടർ ഡിറൈവ്സ് ഇറ്റ്സ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദി കാച്ച്മെൻറ്റ് ഏരിയ. കാച്ച്മെൻറ്റ് ഏരിയയിലത്തെ ഒഴുകി വരുന്ന വെള്ളത്തിൽ അതിൽ കലരുന്ന ഇമ്പ്യൂരിറ്റീസ് ആണ് സർഫസ് വാട്ടറിൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടും മാറുന്നത്. ഓക്കെ, ദി സോഴ്സസ് ബീയിങ് ഹ്യൂമൻ ഹാബിറ്റേഷൻ ആൻഡ് അനിമൽ കീപ്പിംഗ് ഓർ ഗ്രേസിങ്. എന്താ പറയുന്നത്? നമ്മളിപ്പോൾ നമ്മൾ മനുഷ്യൻ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തേക്ക് വസ്ത്രം അലക്കുകയോ അല്ലെങ്കിൽ കുളി അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ ആ ഒരു കാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ റിസർവോയറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പം അവർ പുല്ല് തിന്നുകയോ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ അവശിഷ്ടങ്ങളും അവരുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് കലരാനൊക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ഈ സർഫസ് വാട്ടറിനകത്തേക്ക് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം. അതൊക്കെ തന്നെയാണ് അത് ഒരു സേഫ് വാട്ടർ അല്ല എന്ന് പറയുന്നത്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അത് സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് നമ്മളിപ്പോൾ ഇമ്പൗണ്ടിങ് റിസർവോയ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. അടുത്ത് വരുന്നത് റിവേഴ്സാണ്. റിവേഴ്സിൽ നമ്മളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഡിപ്പെൻഡബിൾ സപ്ലൈ ആണ് റിവേഴ്സിൽ വരുന്നത് അല്ലേ. റിവേഴ്സ് ഡിപ്പെൻഡബിൾ സപ്ലൈ ഓഫ് വാട്ടർ. സിറ്റീസ് സച്ച് as ഡൽഹി, കൊൽക്കത്ത ആൻഡ് അലഹാബാദ് റിയലി ഓൺ റിവർ വാട്ടർ ഫോർ ദെയർ നീഡ്സ്. ഇത്തരം സിറ്റികളിലൊക്കെ ഈ റിവർ വാട്ടറാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൾവേസ് ഗ്രോസ്ലി പൊല്യൂട്ടഡ് ആൻഡ് ക്വിറ്റ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർഫസ് വാട്ടറാണ്, കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് നടത്താതെ ഇത് സേഫായിട്ട് നമുക്കത് ഡയറക്റ്റ് കുടിക്കാൻ പറ്റില്ല. ഓക്കെ, റിവേഴ്സിൻ്റെ പ്രത്യേകതകൾ, അതിന് ഞാൻ എൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം, സവിശേഷതകൾ നോക്കാം. ടർബിഡിറ്റി ഡ്യൂറിങ് റൈനി സീസൺ ഇല്ലേ. ഇപ്പം നദികളൊക്കെ മഴക്കാലമാകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ടർബിഡിറ്റി കൂടുതലായിരിക്കും, ആകെ മണ്ണ് കലങ്ങി ഇട്ടാവും ഇത് ഈ നദികളൊക്കെ ഒഴുകുന്നുണ്ടാവുക. അപ്പോൾ ടർബിഡിറ്റി ഡ്യൂറിങ് റെയിനി സീസൺ, മഴക്കാലങ്ങളിൽ അത് ടർബിഡാവും. കണ്ടനിങ് ഡിസോൾവഡ് ആൻഡ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഓഫ് ആൾ കൈൻഡ്സ്. എല്ലാ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും അതിനകത്തും ഉണ്ടാവും. ഇപ്പോൾ ഒരു നദി ഒഴുകി വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തേക്ക് നോക്കിയാൽ അറിയാം അതിനകത്ത് എന്തൊക്കെയാണ് ഒഴുകി വരുന്നത് എല്ലാം. അപ്പോൾ കണ്ടന്റ് ഡിസോൾവഡ് ആൻഡ് സസ്പെൻഡഡ്, അതിൽ ഡിസോൾവ് ആയിട്ട് വരാം അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും റിവർ വാട്ടറിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദി ബാക്ടീരിയൽ കൗണ്ട് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനൽ ഓർഗാനിസം മേ ബി വെരി ഹൈ അല്ലേ. ഇത് ബാക്ടീരിയൽ കൗണ്ട് കൂടുതലാവും. അത്തരത്തിലുള്ള അതാണ് ഈ റിവർ വാട്ടറിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി അതിൽ കലരുന്ന ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ കലരുന്ന ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ദി എലിമെൻ്ററി കനാൽ ഓഫ് ദി പീപ്പിൾ.
എലിമെൻ്ററി കനാൽ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? നമ്മൾ മനുഷ്യന് തന്നെ ഇപ്പോൾ എലിമെൻ്ററി കനാൽ പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഈ ശ്വാസം എടുക്കുന്നതോ ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള ആ ഒരു റൂട്ടാണ് പറയുന്നത് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് എങ്ങനെ വരുന്നത്? സർഫസ് വാഷിംഗ് വഴി ഇമ്പ്യൂരിറ്റീസ് കലരാം. റിവർ വാട്ടറിൽ സർഫസ് വാഷിംഗ് വഴി ഇമ്പ്യൂരിറ്റീസ് എത്തും. സീവേജ് ആൻഡ് സള്ളേജ് ഇതെല്ലാം ഈ നദികളിലേക്കാണ് ഒഴുക്കി വിടുന്നത് അല്ലേ? വേസ്റ്റൊക്കെ നദികളിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രേഡ് വേസ്റ്റ്, ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റുകളും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും ഒഴുക്കി വിടുന്നതും ഇത്തരത്തിലുള്ള നദികളിലേക്കാവും. അപ്പോൾ അത്തരത്തിലും ഇമ്പ്യൂരിറ്റീസ് കലരാം. ഡ്രൈനേജ് ഫ്രം അഗ്രികൾച്ചറൽ ഏരിയാസ്, അഗ്രികൾച്ചറൽ ഏരിയയിലെ ഡ്രൈനേജുകൾ വരെ റിവറുകളിലേക്കാണ് തുറന്നു വിടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ്, ഇത്തരം സംഗതികളിലൂടെയാണ് റിവർ വാട്ടറിൽ ഇമ്പ്യൂരിറ്റീസ് എത്തുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്ത് നമുക്ക് അതിനകത്ത് തന്നെ ഇപ്പോൾ സർഫസ് വാട്ടറിൽ അടുത്ത പോയിന്റിൽ വരുന്നതാണ് ടാങ്കുകളാണെന്ന് പറഞ്ഞത്. എന്താണ് ടാങ്കുകൾ? ടാങ്ക്സ് ആർ ലാർജ് എക്സ്കവേഷൻസ് ഇൻ വിച്ച് സർഫസ് വാട്ടർ സ്റ്റോർഡ്. നമുക്ക് ഈ വെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നിർമ്മിതികളാണ് ടാങ്കുകൾ എന്ന് പറയുന്നത് അല്ലേ? ടാങ്ക് ഇപ്പം ഒരു ചെറിയൊരു ഉദാഹരണത്തിന് പറയാം. നമുക്ക് ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ചെറിയൊരു ടാങ്ക് ഉണ്ടാക്കും വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്തരം ടാങ്കുകളിലാണ് ഈ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതാണ് ടാങ്കുകൾ. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്മെൻറ്റ് എന്തൊക്കെയാണ്? ഫുൾ ഓഫ് സ്ലിറ്റ്, കൊളോയിഡൽ മാറ്റർ, വാഷിംഗ് ഓഫ് ക്ലോത്ത്, കാറ്റിൽ, ഹ്യൂമൻസ്, കുക്കിംഗ് പോട്ട്സ്. ഈ ടാങ്കുകളുടെ ഒരു ഡിസഡ്വാൻറ്റേജ്മെൻ്റ് ആണ്. അതിനകത്തേക്ക് എന്തുണ്ടാവും? മറ്റേ നമ്മൾ വസ്ത്രം കഴുകാനോ കന്നുകാലികളെ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ പാത്രങ്ങൾ കഴുകാനോ, നമുക്ക് ഭക്ഷണം വയ്ക്കുന്ന പാത്രങ്ങൾ കഴുകാനോ ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യും. അതേപോലെ തന്നെ കുട്ടികൾ അതിലേക്ക് ചിൽഡ്രൻസ് യൂസ് ഇറ്റ് ഫോർ സ്വിമ്മിങ്, കുട്ടികളത് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഡിഫിക്കേഷൻ അറൗണ്ട് ദി എഡ്ജ്, അതിൻ്റെ ആ എഡ്ജുകളെല്ലാം ദ്രവിച്ച് പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ടാങ്കുകളുടെ ഡിസഡ്വാൻറ്റേജ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം സർഫസ് വാട്ടറിൻ്റെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു? സർഫസ് വാട്ടറിൽ വരുന്നത്, അതിനകത്ത് വരുന്ന ഇമ്പൗണ്ടിങ് റിസർവോയർ പഠിച്ചു. അതുപോലെ തന്നെ റിവേഴ്സ് പഠിച്ചു, ടാങ്ക്, പോൺസിലേക്ക്, ഇതെല്ലാം ഈ ടാങ്ക്സും ഇതെല്ലാം ഒറ്റ ഇതിലാണ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാങ്കിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദി എഡ്ജ് ഓഫ് ദി ടാങ്ക് ഷുഡ് ബി എലിവേറ്റഡ്. ദർ ഷുഡ് ബി എ ഫെൻസ് അറൗണ്ട് ദി ടാങ്ക്. നോ വൺ ഷുഡ് ബി പെർമിറ്റഡ് ടു ഗെറ്റ് ഇൻ ടു ദി ടാങ്ക്. ഇതൊക്കെ ഒരു നല്ല രീതിയിൽ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എഡ്ജ് ഓഫ് ദി ടാങ്ക് ഷുഡ് ബി എലിവേറ്റഡ്. എഡ്ജുകൾ, അതിൻ്റെ അതിരുകൾ കൃത്യമായിട്ട് നിർമ്മിച്ചിരിക്കണം, സുരക്ഷിതമാക്കി ഇരിക്കണം. ദർ ഷുഡ് ബി എ ഫെൻസ് അറൗണ്ട് ദി ടാങ്ക് ഇല്ലേ? ആ ടാങ്കിന് ചുറ്റും ഒരു സംരക്ഷണ വലയം ഉണ്ടാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നോ വൺ ഷുഡ് ബി പെർമിറ്റഡ് ടു ഗെറ്റ് ഇൻ ടു ദി ടാങ്ക് ഡയറക്റ്റ്ലി. ആ ടാങ്കിലേക്ക് നേരിട്ട് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ അതിനൊരു സംരക്ഷണം ഉണ്ടാക്കണം. ദർ ഷുഡ് ബി ആൻ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം. ഒരു കൃത്യമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ദി വീഡ്സ് ഷുഡ് ബി പീരിയോഡിക്കലി റിമൂവ്ഡ്. അതിനകത്തേക്ക് ഇപ്പം ഈ ടാങ്കിനകത്ത് ഒരുപാട് ഗ്രോത്തുകളുണ്ടാവും ഇല്ലേ? ചെറിയ ചെറിയ ചെടികളുണ്ടാവും. അത്തരത്തിലൊക്കെ അത് പീരിയോഡിക്കലായിട്ട് അതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ടാങ്ക് ഷുഡ് ബി ക്ലീൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡ്രൈ സീസൺ. ഡ്രൈ സീസൺ ആകുമ്പോൾ ടാങ്ക് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അത്തരത്തിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്താലാണ് ടാങ്ക് സുരക്ഷിതമായിരിക്കുകയുള്ളൂ, ആ വെള്ളം സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നമുക്ക് സീ വാട്ടറാണ്. എന്തൊക്കെയാണ് സീ വാട്ടറിൻ്റെ പ്രത്യേകതകൾ? സീ വാട്ടറിൻ്റെ പ്രത്യേകതകൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇതിന് കൂടെ ഉള്ളത് തന്നെയാണ്, അത്ര ഒരു ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും കൂടെ നമുക്കതിന് കൂടെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സീ വാട്ടറിൽ സോഴ്സ് ഈസ് പ്ലെൻറ്റിഫുൾ എന്ന് പറയും, ഇഷ്ടം പോലെയാണ് അല്ലേ? കടലിലെ വെള്ളം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോഴ്സ് ഈസ് പ്ലെൻറ്റിഫുൾ. ഇറ്റ് ഹാസ് ഗ്രേറ്റ് മെനി ലിമിറ്റേഷൻ. ഉണ്ടല്ലേ, ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ് അതിൻ്റെ കാഠിന്യം, അതേപോലെ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റുകൾ.
3.5% ഓഫ് സാൾട്ട് ഇൻ സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ 3.5% ആണ് സാൾട്ട് സൊല്യൂഷൻ ഉള്ളത് സീ വാട്ടറിനകത്തേക്ക് വരുന്നത്. അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ് പറയുന്നത്? 36 ഗ്രാം പെർ ലിറ്റർ ആണ് സാൾട്ട് കോൺസെൻട്രേഷൻ വരുന്നത്. 30 മുതൽ 36 ഗ്രാം ആണ് 1 ലിറ്ററിൽ സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത്. ഇനി അതിലടങ്ങിയിരിക്കുന്ന മറ്റ് പദാർത്ഥങ്ങൾ 19,000 മില്ലിഗ്രാം പെർ ലിറ്റർ ക്ലോറൈഡ് ഉണ്ട്, 10,600 മില്ലിഗ്രാം പെർ ലിറ്റർ സോഡിയം അടങ്ങിയിട്ടുണ്ട്, 1,270 മില്ലിഗ്രാം പെർ ലിറ്റർ മാഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. കടൽ വെള്ളത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് പറയുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സീ വാട്ടറിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഡീസാൾട്ടിങ് ആൻഡ് ഡീമിനറലൈസേഷൻ പ്രോസസ് ഇൻവോൾവ്സ് ഹെവി എക്സ്പെൻഡിച്ചർ. നമുക്ക് ഈ കടൽ വെള്ളം കുടിവെള്ളമായിട്ട് മാറ്റുന്നതിനുള്ള ആ ഒരു വലിയ ഒരു ഭീമമായിട്ടുള്ള ചിലവാണ് പറയുന്നത് സാൾട്ടിങ് എന്ന് പറയുന്നത്, ഇല്ലേ? ഇപ്പോൾ പലയിടത്തും പ്ലാന്റുകളൊക്കെ വന്നിട്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാത്ത രീതിയിൽ നിൽക്കുന്നത് തന്നെ വലിയൊരു ചിലവ്, ഭാരിച്ച ചിലവാണ് വരുന്നത്. കടൽ വെള്ളം ശുദ്ധജലമാക്കി മാറ്റുന്നതിന് ഭാരിച്ച ചിലവാണ് ഉള്ളത്. ഒക്കെ ഇത്തരം പ്രത്യേകതകളാണ് സീ വാട്ടറിനകത്തേക്ക് വരുന്നത്. ഓക്കെ.